Hi dear students, CMA Foundation December 2024 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട്. ഡിസംബർ 15th 2024 നമ്മുടെ CMA ഫൗണ്ടേഷൻ എക്സാം വരുന്നത്. എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 15th October 2024 ആണ്. എക്സാം ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് ഒക്ടോബറിൽ വരുന്നത്. പക്ഷേ നിങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വരുന്ന 31st ജൂലൈക്ക് മുമ്പ് ഫസ്റ്റ് CMA ഫൗണ്ടേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ ഡിസംബർ 2024 എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഈ ഒരു ഡിസംബർ 2024 ഫൗണ്ടേഷൻ എക്സാം നമുക്ക് വരുന്നത് ഓഫ്ലൈൻ എക്സാം ആണ്. MCQ ബേസ്ഡ് എക്സാംസ് ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്സ് ഉണ്ടായിരിക്കുന്നതല്ല. ദെൻ ഈ ഒരു എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഫീസ്, എക്സാം ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള ഫീസ് നമുക്ക് വരുന്നത് 1500 ആണ്. 15th ഡിസംബറിൽ നടക്കുന്ന എക്സാമിൽ നമുക്ക് 2 സെഷൻസ് ആയിട്ടായിരിക്കും വരിക. ഫൗണ്ടേഷനിൽ നമുക്ക് 4 പേപ്പർ ആണുള്ളത്. ഇതിൽ പേപ്പർ 1 പേപ്പർ 2ൻ്റെ എക്സാം നമുക്ക് മോർണിംഗ് സെക്ഷൻ 10 AM to 12 വരെയുള്ള ടൈമിലായിരിക്കും വരുന്നത്. ഓരോ പേപ്പറിലും നമുക്ക് 50 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓരോ MCQ ക്വസ്റ്റ്യനും ഒരു MCQ ക്വസ്റ്റ്യന് നമുക്ക് മാർക്ക് വരുന്നത് 2 മാർക്സ് ആണ്. അങ്ങനെ ടോട്ടൽ 50 MCQ ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ പേപ്പറും 100 മാർക്സിനാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് മോർണിംഗ് സെക്ഷനിൽ നമുക്ക് ബിസിനസ് ലോസ് ആൻഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പേപ്പറും അതുപോലെ ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പേപ്പറും ആയിരിക്കും ഉണ്ടാകുക. ഇനി ഈവനിങ് സെഷൻ നമുക്ക് വരുന്നത് 2 PM to 4 PM, അതായത് ഒരു 2 hours ടൈമാണ് വരുന്നത്. അതിൽ നമുക്ക് പേപ്പർ 3യും പേപ്പർ 4ഉമാണ്. പേപ്പർ 3 നമുക്ക് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ പേപ്പർ 4 ബിസിനസ് എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റുമാണ് വരുന്നത്. ഓരോ പേപ്പറും 50 MCQ ക്വസ്റ്റ്യൻസ് 2 മാർക്ക് വീതം, അങ്ങനെ ടോട്ടൽ 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാകുക. ദെൻ ഇതിൽ ഓഫ്ലൈൻ OMR ബേസ്ഡ് ഓഫ്ലൈൻ എക്സാം ആയിരിക്കും. അതുപോലെ MCQ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് OMR ഷീറ്റിൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും എക്സാം വരിക. ഇനി ഒരു എക്സാമിന് എക്സാം ഫൗണ്ടേഷന് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് 31st ജൂലൈക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്യുക. ഡിസംബർ എക്സാം എഴുതണമെങ്കിൽ 31st ജൂലൈക്ക് മുമ്പ് ഫസ്റ്റ് ഫൗണ്ടേഷനിൽ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ടാണ് ഒക്ടോബർ 15th മുമ്പ് നമ്മുടെ എക്സാം ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഓൺലൈൻ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിലൂടെ, അതായത് ICMAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ www.icmai.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു എക്സാം ആപ്ലിക്കേഷൻ നമുക്ക് ഫീസ് വരുന്നത് 1500 rupees ആണ്. ഇത് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് www.icmai.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ എന്ത് ചെയ്യാം, ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്ത് അതിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇനി ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 15th October 2024 ആണ്. ഈ ഒരു ഡേറ്റിന് പിന്നീട് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കില്ലെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസംബർ 2024 ഫൗണ്ടേഷൻ എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ജൂലൈ 31st മുമ്പ് ഫസ്റ്റ് ഫൗണ്ടേഷനിൽ രജിസ്റ്റർ ചെയ്യുക. 1 ടൈം ആണ് ഫൗണ്ടേഷൻ കോഴ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യേണ്ട, വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓരോ എക്സാമിനും സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഈ ഒരു എക്സാം നമുക്ക് വരുന്നത് MCQ മോഡാണ്. ഓഫ്ലൈൻ OMR ബേസ്ഡ് എക്സാംസ് ആയിരിക്കും വരുന്നത്. ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വീതം, അങ്ങനെ ഓരോ പേപ്പറിലും 50 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 100 മാർക്സ് ആണ് വരുന്നത്. ഇനി MCQ എക്സാം ആണെങ്കിലും ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് നമുക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഇത്രയുമാണ് ഇപ്പോൾ വന്ന ടൈം ടേബിൾ നോട്ടിഫിക്കേഷനിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻസ്. ഇത് കൂടാതെ നിങ്ങൾക്ക് എക്സാം ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അഡ്മിറ്റ് കാർഡ് റിലീസ് ആവുന്നുണ്ടാകും. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാം ഇൻസ്ട്രക്ഷൻസ് അതിലുണ്ടാകും. ഇനി എക്സാം സെന്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എക്സാം ആപ്ലിക്കേഷൻ ചെയ്യുന്ന ടൈമിൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാക്കി കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള എക്സാം സെന്റർ അതിൽ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു രജിസ്ട്രേഷൻ, CMA ഫൗണ്ടേഷൻ രജിസ്ട്രേഷൻ ആണെങ്കിലും എക്സാം രജിസ്ട്രേഷൻ ആണെങ്കിലും എത്രയും വേഗം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുക. ലാസ്റ്റ് ഡേറ്റിലേക്ക് മാറ്റിവെച്ച് മറന്നു പോകാനുള്ള ചാൻസ് ഒന്നും ഉണ്ടാകരുത്. കറക്റ്റായിട്ട് എക്സാം രജിസ്ട്രേഷനും അതുപോലെ ഫൗണ്ടേഷൻ രജിസ്ട്രേഷനും ചെയ്യുക. ദെൻ ഇനി പ്രിപ്പറേഷൻസ് കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. MCQ എക്സാം ആണെങ്കിലും എന്ത് ചെയ്യുക, നമ്മുടെ എല്ലാ കോൺസെപ്റ്റുകളും കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നാൽ മാത്രമാണ് MCQ ബൈ ഹാർട്ട് ചെയ്ത് പോയാൽ ഫൗണ്ടേഷൻ എക്സാം പാസ്സാവാനായിട്ട് പറ്റത്തില്ല. കറക്റ്റായിട്ട് എല്ലാ ടോപ്പിക്സും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയായിരിക്കും നമുക്ക് ഇന്ററിലേക്ക് വരുന്നത്. അപ്പോൾ ടോപ്പിക്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കി കോൺസെപ്റ്റ്
കോൺസെപ്റ്റുവൽ ക്ലാരിറ്റിയോടെ പ്രോബ്ലംസ് ആണെങ്കിലും പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക. ദെൻ അത് നിങ്ങൾക്ക് ഇന്റർലേക്കും യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ ഫൗണ്ടേഷൻ്റെ ക്വസ്റ്റ്യനിലാണെങ്കിലും പ്രോബ്ലത്തിന് ചെറിയ ചെറിയ ഡിവൈഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസും അതുപോലെ കോൺസെപ്റ്റ് കാര്യങ്ങളും തിയറി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക, ഡിലേ ആക്കി വെക്കരുത്. CMA റിലേറ്റഡ് അപ്ഡേറ്റ്സും അതുപോലെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു പേജസ് കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഇൻഫർമേഷൻസ് വേഗം തന്നെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്ന മറ്റ് ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ CMA ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ക്ലാസ്സസിനും അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ഒരു ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് വിഷേഴ്സ്.